ഇടുക്കിയിൽ ആഷിക്ക് തുടരുന്നുണ്ട്. ആഷിക്ക്, ഇപ്പോൾ ഇടുക്കിയിലെ മഴ എങ്ങനെ പുരോഗമിക്കുന്നു? ഒരാളെ കാണാതായിരുന്നു, അയാളെ കണ്ടെത്താനായിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? നജ്മ, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. എന്നാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഒരുപക്ഷെ വീണ്ടും മഴ ആരംഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ ഉരുൾപൊട്ടൽ കൊടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടൽ കാണാതായ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അവിടെ NDRF സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ ഉരുൾപൊട്ടലാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം അത്രയും വലിയ രീതിയിൽ ഉരുൾപൊട്ടി നശിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആളുകൾ അധികം താമസിക്കാത്ത പ്രദേശമായതിനാലാണ് വലിയ അപകടം ഒഴിവായത് എന്ന് നാട്ടുകാർ തന്നെയും പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ NDRF സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. അതേസമയം ജില്ലയുടെ മറ്റിടങ്ങളിൽ ഹൈറേഞ്ചിൽ മഴ ഇപ്പോഴും മാറി നിൽക്കാതെ തുടരുകയാണ് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് ഈ കുടയത്തൂരിലുള്ള ഉരുൾപൊട്ടിയത്. രാത്രി 2 മണിയോട് കൂടിയാണ്. അടൂർമല മഷിക്കല്ലിൽ രവി എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായി ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തു. വീട് ഏകദേശം പൂർണ്ണമായും നശിച്ച സാഹചര്യമാണ്. വീട്ടിലുണ്ടായിരുന്ന രവിയും മകനും രക്ഷപ്പെട്ടു. പക്ഷേ രവിയുടെ ഭാര്യ സുമതിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള പരിശോധന അഗ്നിശമന സേനയുടെ NDRF സംഘത്തിന്റെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ തുടരുകയാണ് എന്നുള്ളതാണ്. മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ളവ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അതേസമയം മുട്ടൻ ചള്ളാവയലിന് സമീപം പരപ്പൻതോട് നിറഞ്ഞൊഴുകി നിൽക്കുന്ന വിവിധ ഇടങ്ങളിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ്. മുട്ടം തോട്ടുങ്കര വീടുകളിൽ വെള്ളം കയറുന്നു. തുടങ്ങനാട് ചള്ളാവയൽ ഭാഗത്ത് കടോര മേഖലയിൽ വെള്ളം കയറി വീടുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. കരിങ്ങുന്ന നെല്ലാപ്പാറയിൽ 2 ഇടത്ത് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ നിന്നും ആളപായം ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അടിമാലി മേഖലയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. ചുറ്റുപാറ, മച്ചിപ്പിളാവ്, ദേവിയാർ, 10 മൈൽ മേഖലകളിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചാക്കോച്ചവളവിൽ വെള്ളപ്പാച്ചിൽ പോലെ മഴവെള്ളം ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം. മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. പലയിടങ്ങളിലും മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം രക്ഷാപ്രവർത്തനം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ സജീവമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റി നേതൃത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതാണ്ട് പുലർച്ചയോടുകൂടി 3 മണിയോട് കൂടിയാണ് അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഉടുമ്പന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിലും അതിശക്തമായ മഴ അനുഭവപ്പെടുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് തൊടുപുഴ ടൗണിൽ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ടൗണിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യം തൊടുപുഴ ടൗണിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടയത്തൂർ ഭാഗത്ത് നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ്. വീട്ടമ്മയെ കണ്ടെത്തുവാനുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തുടരുകയാണ്. അവരെ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മറ്റാർക്കും ആ ഉരുൾപൊട്ടലിൽ പരിക്കില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ സാഹചര്യം ആണ് നജ്മ നിലനിൽക്കുന്നത്. മറ്റൊരു പ്രധാന